Good morning friends, welcome to my channel English Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലഡിയോസ്കോപ്പിൽ ടു സീ ഹിം എഗെയിൻ എന്നുള്ളൊരു പോയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഗബ്രിയേല മിസ്ട്രൽ എന്ന പോയറ്റാണ്. ഇനി അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീസ് എ പോയറ്റ്, എഡ്യൂക്കേറ്റർ, ഹ്യൂമനിസ്റ്റ്. അതുപോലെ തന്നെ 1945 നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഫസ്റ്റ് അമേരിക്കൻ പോയറ്റാണ് ഇവരുടെ ആദ്യത്തെ ആർട്ടിക്കിളാണ് ദ എഡ്യൂക്കേഷൻ ഓഫ് വുമൻസ്. അതുപോലെ തന്നെ എലഗൻസിയാസ് എന്നുള്ളൊരു ജേണലിൽ 1913 അവരുടെ പോയംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫേമസ് ആയൊരു 3 പോയംസ് ഉണ്ട്. അതിൻ്റെ പേരാണ് പാൻറ്റഗോണിയൻ ലാൻഡ്സ്കേപ്പ് എന്ന്. അതുപോലെ ഇവരുടെ ഒറിജിനൽ നെയിം ഗബ്രിയേൽ മിസ്ട്രൽ എന്നല്ല, അത് അവരുടെ പെൻ നെയിമാണ്. ആ പെൻ നെയിം അവർ കോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പോയറ്റ്സ് ആയിട്ടുള്ള ഗബ്രിയേല ഡി അനൂൻസിയോ, ഫ്രെഡറിക് മിസ്ട്രൽ, ഈ 2 പോയറ്റ്സിൻ്റെ നെയിമിൽ നിന്നും കോയിൻ ചെയ്തിട്ടാണ് ഗബ്രിയേല മിസ്ട്രൽ എന്നുള്ള പെൻ നെയിം എടുത്തിട്ടുള്ളത്. കൂടുതലും ലൈഫ്, ഡെത്ത് എന്നുള്ള തീംസിലാണ് എഴുതുന്നത്. അതേപോലെ ഗബ്രിയേല മിസ്ട്രലിനെ ഇൻസ്പയർ ആയ ഒരു റൈറ്ററാണ് പാബ്ലോ നെറൂഡ. അതുപോലെ ഇവർ ലൈഫ് ആൻഡ് ഡെത്തിനെ കുറിച്ച് എഴുതിയിരുന്നത് പോലെ തന്നെ റിലീജിയസും സ്പിരിച്വലും ആയിട്ടുള്ള തരത്തിലുള്ള റൈറ്റിങ്സിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചിലിയൻ റൈറ്ററാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചിലിയൻ പെസോ ബാങ്ക് നോട്ടിൽ ഇവരെന്നെ ഫീച്ചർ ചെയ്തിട്ട് ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ സോണറ്റ്സ് ഓൺ ഡെത്ത് ഇൻ 1914, ഡിസ്പയർ പബ്ലിഷ്ഡ് ഇൻ 1922, ടെൻഡർനെസ് പബ്ലിഷ്ഡ് ഇൻ 1924. ഈ ടെൻഡർനെസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ലില്ലബീസാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ താല 1938 പബ്ലിഷ്. ഈ ഒരു പോയത്തിന് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ റൈറ്റർ എഴുതിയിട്ടുള്ളത് ഒരു ലോസിനെ കുറിച്ചിട്ടാണ്. ലോസ് ഓഫ് ലൗഡ് വൺസ്, അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ലൗഡായിട്ടുള്ള ഒരാൾ, അതായത് ഒരു ലവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ലോസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതേപോലെ നമുക്കിതിൽ ഇൻറ്റൻസ് ഗ്രീഫ് ആൻഡ് ട്രോമ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവർ ആ മരിച്ചതിന് ശേഷം എത്രത്തോളം ട്രോമ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു പോയത്തിൽ റിപ്പീറ്റേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇമേജറീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൻ്റെ ടോണ് തന്നെ ഡാർക്ക് ടോണാണ്, അതായത് മരിച്ച ഡെത്തിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു ടോണ് തന്നെ ഡാർക്കാണ്. ഈ ഒരു പോയം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് മാരിയല ഗ്രിഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസ്ലേറ്ററാണ്. ഇതിൽ 4 സ്റ്റാൻസസ് ആണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നെവർ എഗെയിൻ, not on nights packed with a few stars, or in the morning first slender sun, or afternoon sacrificed to afternoons. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു പോയത്തിൽ എന്താണ് അവരുടെ ലൗഡ് വൺസിൻ്റെ ലോസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയറ്റ് ചോദിക്കുകയാണ് ആൻഡ് നെവർ എഗെയിൻ, ഇനി ഒരിക്കലും, അതായത് ഇനി കാണാൻ പറ്റില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇനി ഒരിക്കലും പറ്റില്ലേ. നോട്ട് ഓൺ നൈറ്റ് പാക്ഡ് വിത്ത് എ ഫ്യൂ സ്റ്റാർസ്, ഒരിക്കലും നമുക്ക് രാത്രി കുറേ സ്റ്റാർസ് പാക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർസ് ഉള്ള നൈറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ലേ. അതേപോലെ ഫസ്റ്റ് സ്ലെൻഡറായിട്ടുള്ള സൺലൈറ്റ് വരുന്ന സമയത്ത്, അതായത് മോർണിംഗ് സമയങ്ങളിൽ നമുക്കിനി കാണാൻ പറ്റില്ലേ, കണ്ടുമുട്ടാൻ പറ്റില്ലേ. അതുപോലെ ആഫ്റ്റർനൂൺസിൽ കണ്ടുമുട്ടാൻ പറ്റില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നൂണിലോ ആഫ്റ്റർനൂണിലോ മോർണിംഗോ നൈറ്റോ എപ്പോഴും നമുക്ക് എന്താണ് കാണാൻ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്നതാണ് ഓർ അറ്റ് ദ എഡ്ജ് ഓഫ് പെയിൽ റോഡ് ദാറ്റ് സറൗണ്ടഡ് ദ ഫാം ഫീൽഡ്സ് ഓർ എ റിം ഓഫ് എ ട്രെംബ്ലിംഗ് ഫൗണ്ടെയിൻ വൈറ്റൻഡ് ബൈ എ മൂൺ. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ പറഞ്ഞു 3 സമയങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല ഇനി ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഫീൽഡ്, വയലുകൾ ചുറ്റപ്പെട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പെയിലായ റോഡ്, അതിൻ്റെ അറ്റത്തെ എഡ്ജിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റില്ലേ. അതുപോലെ വൈറ്റ് കളറുള്ള മൂണിൻ്റെ ലൈറ്റ് പതിച്ചിട്ടുള്ള ഫൗണ്ടെയിൻസ് ഉണ്ട്, അവിടെ പോലും നമുക്ക് ഇനി മുതൽ കാണാൻ പറ്റില്ലേ എന്നുള്ള കാര്യമാണ് പിന്നെ ചോദിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഓർ ബിനീത് ദ ഫോറസ്റ്റ് ലഷ് പോപ്ലാസ് വേർ യെല്ലിങ് അറ്റ് ഹിം ഐ വാസ് ഓവർടേക്കൺ ബൈ ദ നൈറ്റ് നോട്ട് ഇൻ ദ ഗ്രോട്ടോ ദാറ്റ് റിട്ടേൺസ് ദ എക്കോ ഓഫ് മൈ വേർഡ്സ്. അപ്പോൾ ഈ 2 സ്ഥലത്തും കാണാൻ പറ്റില്ലേ. അതുപോലെ തന്നെ ബിനീത് ദ ഫോറസ്റ്റിന് താഴെ നമുക്ക് ഇനി മുതൽ കാണാൻ പറ്റില്ലേ. ആ ഫോറസ്റ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നോട് ഒരു രാത്രി ഏറ്റവും കൂടുതലായി ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടും ഇനി കാണാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു എക്കോ, ഞാൻ അന്ന് നിന്നോട് ഷൗട്ട് ചെയ്ത ആ എക്കോ എന്ത് ചെയ്യുന്നുണ്ട്,
ഇപ്പോഴും അതിൻ്റെ അവിടത്തേക്ക് ഗ്രോട്ടോ പറഞ്ഞു വെച്ചാൽ കേവാണ്. ആ ഗ്രോട്ടോകളിൽ നിന്നും എന്തുണ്ടായി ഇപ്പോഴും ആ എക്കോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രത്തോളം ശക്തമായിരുന്നു എൻ്റെ അന്നത്തെ വേർഡ്സ്. അതിനുശേഷമാണ് ഈ ഒരു ബിലൗഡ് മരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെയിൽ റോഡിൻ്റെ ഫീൽഡ് സറൗണ്ട് ചെയ്തിട്ടുള്ള പെയിൽ റോഡിൻ്റെ എഡ്ജിലോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വൈറ്റ് മൂണിൻ്റെ വൈറ്റ് കളർ വന്ന് പതിച്ചിട്ടുള്ള ആ ഫൗണ്ടെയിൻ്റെ താഴെയോ അതും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോറസ്റ്റിൻ്റെ ബിനീത്തോ ഒന്നും ഇനി നമുക്ക് തമ്മിൽ കാണാൻ പറ്റില്ലേ. അതുപോലെ ഇപ്പോഴും ഞാൻ അന്നത്തെ നൈറ്റ് ഞാൻ നിന്നോട് ഷൗട്ട് ചെയ്തത് ഇപ്പോഴും അവിടുത്തെ പല കേവുകളിൽ നിന്നും എക്കോ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് ഹാർഷായിരുന്നു എൻ്റെ അന്നത്തെ ഷൗട്ടിങ് എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയാണ് നോ To see him again, it does not matter where, in heaven's dead water, or inside the boiling hole, or still moon, or in bloodless fright. അപ്പോൾ ഇതിൽ പറയുന്നതാണ് നോ, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. ടു സീ ഹിം എഗെയിൻ, ഇനി എവിടെ വെച്ചിട്ട് കാണുന്നതാണ്, ഒന്നുകിൽ എവിടെ വെച്ച് കാണും, ഹെവൻസ് ഡെഡ് വാട്ടർ. ഹെവൻസ് ഡെഡ് വാട്ടർ പറഞ്ഞാൽ ഹെവനിലുള്ള സ്ലോലി ഫ്ലോട്ടിങ് ആയിട്ടുള്ളൊരു ഇതുണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ അവിടെ വെച്ച് കാണുമായിരിക്കാം, അല്ലെങ്കിൽ ഇൻസൈഡ് ദ ബോയിലിംഗ് ഹോൾ, ബോയിലിംഗ് ആയിട്ടുള്ള ഒരു ഹോളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അതായത് ഹെല്ലിൽ വെച്ചിട്ടായിരിക്കാം. അതിന് ഉദ്ദേശിക്കുന്നത് ഹെല്ലെന്നാണ്, ഹെല്ലിൽ വെച്ചിട്ടായിരിക്കാം. ഓർ സ്റ്റിൽ മൂൺ, അല്ലെങ്കിൽ നമ്മളെവിടെ വെച്ച് കാണും, ചന്ദ്രനിൽ വെച്ച് കാണും, മൂണിൽ വെച്ചിട്ട് കാണുമായിരിക്കാം. ഓർ ഇൻ ബ്ലഡ്ലെസ് ഫ്രൈറ്റ്, അതായത് അല്ലെങ്കിൽ എൻ്റെ പേടി സ്വപ്നങ്ങളിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടുമായിരിക്കാം എന്നുള്ള കാര്യമാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, to be with him, to be every springtime and winter, united in one painted knot around his bloody neck. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് അവൻ്റെ ഒപ്പം തന്നെ വേണം. ടു ബി വിത്ത് ഹിം, എനിക്ക് അവൻ്റെ ഒപ്പം തന്നെ ഇരിക്കണം, അവൻ എൻ്റെ അടുത്ത് വേണമെന്നുണ്ട്. എല്ലാ സ്പ്രിംഗ് ടൈമിലും എല്ലാ വിൻ്റർ ടൈമിലും ഉണ്ടായിരിക്കണം. എങ്ങനെ ആയിരിക്കണം, അവൻ്റെ കഴുത്തിന് ചുറ്റും ഒരു പെയിൻറ്റഡ് നോട്ട്, ഒരു കെട്ട് പോലെ, ഒരു കയറിൻ്റെ കെട്ട് പോലെ എനിക്ക് അത്രത്തോളം അടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പെയിൻറ്റഡ് നോട്ട് പറഞ്ഞു വെച്ചാൽ മറ്റേ ഇദ്ദേഹം മരിച്ചിട്ടുള്ളത് ഹാങ് ചെയ്തിട്ടാണ് ബിലൗഡ്. അപ്പോൾ ഈ ഒരു നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് സ്യൂസൈഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം.